നമസ്കാരം. PSC എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് റിവൈസ് ചെയ്യാം. നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ള ഈ നാലെണ്ണത്തില് നോട്ട് ട്രൂ ആസ് പെർ NP 1968 എന്നാണ്. ഫുൾ ഇങ്ങനെ ലെങ്ത്തിൽ എഴുതിയിട്ട് സ്ഥലം കളയേണ്ടല്ലോ എന്ന് ഓർത്തിട്ടാട്ടോ ഷോർട്ടാക്കി എഴുതിയത്. NP 1968 പ്രകാരം നോട്ട് ട്രൂ, താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ട്രൂ അല്ലാത്തത് ഏതാണ്? അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴും നമ്മൾ ട്രൂ ആണോ നോട്ട് ട്രൂ ആണോ എന്നൊക്കെ ആദ്യമേ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം നോക്കാനായിട്ട്. ഇവിടെ 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. NP 1968 പ്രകാരം ശരിയല്ലാത്തത് ഏതെന്നാണ്. അപ്പൊ NP 1968 റെക്കമെൻഡേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ. ഫസ്റ്റ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അപ് ടു 14 years, 14 വയസ്സിലെ കുട്ടികൾക്ക് സൗജന്യ നിർബന്ധമായ വിദ്യാഭ്യാസം. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻസ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അംഗവൈകല്യമൊക്കെയുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. നവോദയ വിദ്യാലയ സ്റ്റാർട്ട് ചെയ്യുക NP 68 റെക്കമെൻഡേഷൻ പ്രകാരമാണ് സ്റ്റാർട്ട് ചെയ്തത്. എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ ഓൾ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഇവിടെ പറഞ്ഞത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, 14 വയസ്സുള്ള കുട്ടികൾക്ക് സൗജന്യ നിർബന്ധമായ വിദ്യാഭ്യാസം. ഇവിടെ പറയുന്നത് എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം കൊടുക്കുക. നവോദയ വിദ്യാലയം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരമാണ്, ഈ ഒരു NP 1968. പിന്നെ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും കൊടുക്കണം. ഇതിൽ ഏതാണ് NP 1968 പ്രകാരം ട്രൂ അല്ലാത്തത്? ഇനി ക്ലൂ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നവോദയ വിദ്യാലയ സ്റ്റാർട്ട് ചെയ്ത് NP 1968 റെക്കമെൻഡേഷനിലല്ല, NP 1986 വന്നപ്പോഴാണ് നവോദയ വിദ്യാലയം വരുന്നത്. അപ്പൊ മാറിപ്പോവേണ്ട, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതാണ് കേട്ടോ. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോട്ട് കൺസിസ്റ്റഡ് ഇൻ NP 1986 റെക്കമെൻഡേഷൻ. NP 1986 റെക്കമെൻഡേഷനിൽ ഇല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഇതേപോലെ തന്നെ അല്ലെ, ഇല്ലാത്തത് ഏത്? റീഡിസൈനിങ് കോഴ്സസ്, എക്സ്പാൻഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ്, ട്രെയിനിങ് ഓഫ് ഗാർഡിയൻസ്. കോഴ്സസ് റീഡിസൈൻ ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സ്പാൻഡ് ചെയ്യുക, ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്, ഗാർഡിയൻസിന്റെ ട്രെയിനിങ്. ഏതായിരിക്കും 1986 പറയാത്ത കാര്യം? കോഴ്സസ് റീഡിസൈൻ ചെയ്യുക, ടീച്ചേഴ്സ് ട്രെയിനിങ്, ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്പാൻഷൻ, ഗാർഡിയൻസിന്റെ ട്രെയിനിങ്. ഏതായിരിക്കും? ഗാർഡിയൻസ് അല്ലെ, ട്രെയിനിങ് ഓഫ് ഗാർഡിയൻസ് അതിൽ പറയാത്ത കാര്യമാണ്. ദാറ്റ് ഇസ് എ റൈറ്റ് ആൻസർ. Third question, NP 1986 was recommended for reorganization of education, use of English in wide range, use of Sanskrit in wide range, none. NP 1986 ജനറലി പറയണത് ഒരു എഡ്യൂക്കേഷന്റെ റീഓർഗനൈസേഷൻ, എഡ്യൂക്കേഷൻ റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ വൈഡ് റേഞ്ച്, വൈഡ് റേഞ്ചിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. യൂസ് ഓഫ് സാൻസ്കൃത് ഇൻ വൈഡ് റേഞ്ച്, വൈഡ് റേഞ്ചിൽ സാൻസ്കൃത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നൺ. ഇതൊന്നുമല്ല. ഏതായിരിക്കും? ഇംഗ്ലീഷ് വൈഡ് റേഞ്ചിൽ ഉപയോഗിക്കുക എന്നുള്ളതും സംസ്കൃതം വൈഡ് റേഞ്ചിൽ ഉപയോഗിക്കുക എന്നുള്ളതും ഇവരുടെ റെക്കമെൻഡേഷൻ ആകുമോ? നമുക്കൊരു കോമൺ സെൻസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും അല്ലെ, അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ പറയത്തില്ല. എന്തായാലും ഇത് രണ്ടും അല്ല. പിന്നെ നൺ ഓഫ് ദ എബോവ് ആണ് ഈ 2 ഓപ്ഷനും ഉള്ളത്. അപ്പൊ റൈറ്റ് ആൻസർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏതാണ്? റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസത്തിന്റെ റീഓർഗനൈസേഷൻ തന്നെയാണ് ഓരോ വിദ്യാഭ്യാസ നയവും മുന്നോട്ട് വെക്കുന്നത് അല്ലെ. കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരിക, അവരുടെ റെക്കമെൻഡേഷൻസ് കൊടുക്കുക. സോ റീഓർഗനൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആണ് NP 1986 റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. Next question, review of NP POA done by POA. എന്താണ് POA? പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ്. A review of NP POA was done by, ഇതിൽ ഏത് കമ്മിറ്റിയാണ് ഇതിന്റെ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ ചെയ്തത്? ഈ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷനിലെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ ചെയ്തത് ഇത് ഏത് കമ്മിറ്റി ആണെന്നാണ്. നാഷണൽ കമ്മീഷൻ ഫോർ ടീച്ചേഴ്സ്, യശ്പാൽ കമ്മിറ്റി, രാമമൂർത്തി കമ്മിറ്റി, ഹൻസ മേത്ത കമ്മിറ്റി. ഏതാണ് POA ചെയ്തത്? റിവ്യൂ ഓഫ് NPയുടെ ഒരു റിവ്യൂ ആണ് POA അല്ലെ. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, പ്രോഗ്രാം ഓഫ് ആക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏത് കമ്മിറ്റിയാണ് റിവ്യൂ ചെയ്തതെന്ന് ചോദിച്ചത്? റൈറ്റ് ആൻസർ രാമമൂർത്തി കമ്മിറ്റിയാണ്. പ്രോഗ്രാം ഓഫ് ആക്ഷൻ നമ്മൾ എവിടെ പഠിച്ചത്? 1992 പഠിച്ചിട്ടുള്ളത്. അപ്പോൾ രാമമൂർത്തി കമ്മിറ്റിയുടെ ആണ് ഈ ഒരു പ്രോഗ്രാം ഓഫ് ആക്ഷൻ ചെയ്തത്. രാമമൂർത്തി കമ്മിറ്റിയാണ്. റിവ്യൂ ആണ് അല്ലെ, റിവ്യൂ ചെയ്യുന്നത്. 1986 പോളിസി ഒന്ന് റിവ്യൂ ചെയ്ത് 1992 വന്നപ്പോഴാണ് നമ്മൾ POA പറ്റി ഡിസ്കസ് ചെയ്തത്. സോ ദ റിവ്യൂ ഓഫ് NP ഡൺ ബൈ രാമമൂർത്തി കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് DAETs റിസൾട്ട്സ് ഓഫ് വിച്ച് കമ്മിറ്റി റെക്കമെൻഡേഷൻ? DAETs നമ്മൾ പഠിച്ചിരുന്നു. ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് DAET വന്നത്? എന്നാൽ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, DAET അല്ലെ. ഇത് IEC ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1882 റെക്കമെൻഡേഷൻ ആണോ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948-49 റെക്കമെൻഡേഷൻ ആണോ? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952-53 റെക്കമെൻഡേഷൻ ആണോ? NP 1986 റെക്കമെൻഡേഷൻ ആണോ? ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് റെക്കമെൻഡേഷൻ ആണ്. NP 1986 റെക്കമെൻഡേഷൻ ആണ്. റൈറ്റ് ആൻസർ NP 1986 ആണ്. അപ്പൊ DAET എന്ന് പറയുമ്പോൾ മൈൻഡിൽ വരേണ്ടത് NP 1986 ആണ്. POA എന്ന് വരുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരേണ്ടത് 1992 രാമമൂർത്തി കമ്മിറ്റിയാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഓരോ കമ്മിറ്റിയായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. നവോദയ എന്ന് പറയുമ്പോഴേക്കും 1986 ആണ് വരുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1986 ആണ് വരുന്നത്.
അല്ലേ? ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. 10+2+3 കോത്താരി കമ്മീഷൻ പറഞ്ഞു. NEP 2020 വരുമ്പോഴേക്കും അത് 3+5+5+4 സ്ട്രക്ചർ ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വരണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് NP പ്രൊമഗേറ്റഡ് ബൈ, സെക്കൻഡ് NP എന്ന് പറഞ്ഞാൽ NP 1986 ആണ്. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധി, മൻമോഹൻ സിംഗ്, PV നരസിംഹറാവു. ആരാണ് സെക്കൻഡ് NP 1986? ആരാണ് ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധിയാണ്. റൈറ്റ് ആൻസർ രാജീവ് ഗാന്ധി. ഓക്കെ, ആദ്യത്തേത് വന്നപ്പോൾ ഇന്ദിരാഗാന്ധി ആയിരുന്നു, പിന്നെ രാജീവ് ഗാന്ധി അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് റെക്കമെൻഡ്സ് UGC, NCERT, NIEPA, AICTE all strengthened to enable them to give shape to national system of education? ആരാണ് റെക്കമെൻഡ് ചെയ്തത്? UGC, NCERT, NIEPA, AICTE ഇതെല്ലാം തന്നെ സ്ട്രെങ്തൻ ചെയ്യണം, എന്നിട്ട് നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ഷേപ്പ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞത് കോത്താരി കമ്മീഷൻ ആണോ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണോ, നാഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണോ, NP 1986 ആണോ? UGC, NCERT, NIEPA, AICTE ഇതെല്ലാം സ്ട്രെങ്തൻ ചെയ്യണം to enable them to give shape to national education, national system of education എന്ന് പറയുന്നത് NP 1986 ആണ്. 1986 ആണ്. രാജീവ് ഗാന്ധി ടൈമിൽ വന്നതാണ്. 1986 പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NCF proposes guiding principles for curriculum development does not include. NCF പറയുന്ന ആ ഒരു ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കരിക്കുലത്തിന്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ്. അതിന് താഴെ തന്നിട്ടുള്ളവർ ഏതാണ് ഇൻക്ലൂഡ് ചെയ്യാത്തത്? എന്താണ് NCF? അത് ഇവിടുത്തെ 10th ക്വസ്റ്റ്യൻ ആണ്. NCF സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ കോമൺ ഫ്രെയിംവർക്ക്, നാഷണൽ ക്ലാസ് ഫ്രെയിംവർക്ക്, നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക്, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. എന്താണ് NCFന്റെ ഫുൾ ഫോം? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ, കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 8th ക്വസ്റ്റ്യനിൽ ഈ NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പ്രപ്പോസ് ചെയ്യുന്നത് ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഫോർ കരിക്കുലം, കരിക്കുലത്തിന്റെ ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ, കരിക്കുലം ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. വിച്ച് ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിൽ ഉൾപ്പെടാത്ത കാര്യം എന്താണെന്ന് ഈ ഓപ്ഷൻസിലാണ്. ഒന്ന്, കണക്ടിങ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ, നോളജിനെ സ്കൂളിന് പുറത്തേക്കുള്ള ലൈഫുമായിട്ട് കണക്ട് ചെയ്യുക. 2, enriching the curriculum to provide for overall development of children than remain textbook centric. ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് സെൻട്രിക് ആവാണ്ട് കുട്ടികളുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റിനെ എൻറിച്ച് ചെയ്യുന്ന കരിക്കുലം ആയിരിക്കണം. 3rd one, making exam more flexible and integrated into the classroom life. എക്സാം കുറച്ചും കൂടെ ഒരു ഫ്ലെക്സിബിൾ ആക്കണം, ക്ലാസ് റൂം ലൈഫുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം പരീക്ഷ നടത്താനായിട്ട്. ഡി പറഞ്ഞത് എൻറിച്ചിങ് ദ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിനെ എൻറിച്ച് ചെയ്യുക. ഇതിൽ ഏതാണ് NCF പറയാത്ത കാര്യം, NCFിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാത്ത കാര്യം ഏതായിരിക്കും? ഇതൊരു കരിക്കുലം ഫ്രെയിംവർക്ക് ആണ്. അപ്പൊ കരിക്കുലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഇതിൽ ഉണ്ടായിരിക്കും അല്ലെ. കണക്ടിങ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് സ്കൂൾ, നോളജിനെ സ്കൂളിന് പുറത്തേക്ക് ലൈഫായിട്ട് കണക്ട് ചെയ്യുക. കരിക്കുലം എൻറിച്ച് ചെയ്യുക, ഓവറോൾ ഡെവലപ്മെന്റ് ഉണ്ട്, ഇത് എന്താണെങ്കിലും ഉണ്ടായിരിക്കും. ഇതെല്ലാം ആൻസർ. പിന്നെ എൻറിച്ചിങ് ദ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, മേക്കിംഗ് എക്സാം മോർ ഫ്ലെക്സിബിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് ഇൻ ടു ക്ലാസ് റൂം ലൈഫ്, കുറച്ചും കൂടി എക്സാമിനെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കുക, ലൈഫിനെ ഔട്ട്സൈഡ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ നോളജ് കൊടുക്കുക. ഇതൊക്കെ NCFിൽ പറയുന്നതാണ്. ഇതിന്റെ ആൻസർ ഡി ആണ്. എൻറിച്ചിങ് ദ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ എൻറിച്ച്മെന്റ് ഇതിൽ പറയുന്നില്ല. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. 9th one, NP was approved by the parliament in the year. ഏത് വർഷമാണ് NP? നമ്മുടെ സെക്കൻഡ് NP ആണ് പാർലമെന്റ് അപ്രൂവ് ചെയ്തത്. 1985, 84, 88, 86. ഏതാണ്? 1986 ആണ് പാർലമെന്റ് അപ്രൂവ് ചെയ്തത്. ഓക്കെ. സോ ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ 1968, 1986 ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ക്ലാരിറ്റി ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. 1986 രാജീവ് ഗാന്ധിയുടെ സമയത്താണ് വരുന്നത്. 1986 UGC, NCERT, NIEPA, AICTE ഇവരെല്ലാം സ്ട്രെങ്തൻ ചെയ്യണം ടു എനേബിൾ ദം ടു ഗീവ് ഷേപ്പ് ടു നാഷണൽ സിസ്റ്റം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്. പിന്നെ NP 1986 DIITസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ പറ്റി പറയുന്നത്. പിന്നെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ അത് രാമമൂർത്തി കമ്മിറ്റിയാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നവോദയ പറഞ്ഞത് NP 1986 ആണ്, 1968 അല്ല. 68 ആദ്യത്തേതാണ്. 68 പ്രകാരം നവോദയ പറയില്ല, പക്ഷെ 68 ഇതൊക്കെയാണ് പറയുന്നത്. എന്താണ്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, പിന്നെ ഹാൻഡിക്യാപ്ഡ് ഉള്ളവർക്കുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ഷുഡ് ബി പ്രൊവൈഡ് ഫോർ ഓൾ. ഇതെല്ലാം പറയുന്നത് നമ്മുടെ NP 1968 NP 1986 ജനറലി ഒരു റീഡിസൈനിങ് കോഴ്സസ്, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എക്സ്പാൻഷൻ, ടീച്ചേഴ്സ് ട്രെയിനിങ് ഒക്കെ പറയുന്നുണ്ട് 1986. 1986 ജനറലി എഡ്യൂക്കേഷണൽ റീഓർഗനൈസേഷൻ ആണ് പറയുന്നത്. അപ്പൊ കൂടുതലും 86ന്റെ പോയിന്റ്സ് നമ്മൾ കണ്ടത്. പിന്നെ NCF എന്താണ്? ഇതിന്റെ ഫുൾ ഫോം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആണ് NCF വരുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ശക്തിയോടെ, ധൈര്യത്തോടെ, കോൺഫിഡൻസോടെ മുന്നോട്ട് പഠിച്ചു പോവുക. എല്ലാവർക്കും എക്സാം നന്നായി ചെയ്യാൻ പറ്റട്ടെ.
ഓൾ ദി ബെസ്റ്റ്. നമുക്ക് വീണ്ടും ഒരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ സെഷൻ ഉപകാരപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക. ഓക്കെ. പിന്നെ LDCക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ലോങ് ടേം കോഴ്സ് റണ്ണിങ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്ലാസ് വീണ്ടും കാണുന്നവരേക്കും ബൈ.